മറ്റെങ്ങും കാണാനാകാത്ത ദിവ്യ ചൈതന്യമാണ് ശബരിമലയിലെന്ന് മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി. തത്വമസി എന്നത് സമഭാവനയുടെ മന്ത്രമെന്നും ദൂരദർശൻ വാർത്തയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നമ്മോടൊപ്പമുണ്ട്. സ്വാമി നമസ്കാരം. സ്വാമി ശരണം. ഈ പറഞ്ഞ പോലെ ശബരിമല മകരവിളക്ക് സമാപനമാകുകയാണ്. എന്താണ് ഭക്തരോട് പറയാനുള്ളത്? സ്വാമി ശരണമയ്യപ്പ, നമ്മുടെ ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നാളെ മകരവിളക്കാണ്. മണ്ഡലവിളക്ക് വളരെ ഭംഗിയായിട്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ ഭക്തർക്കും വളരെ സന്തോഷത്തോടെ ആ ഒരു കാലം നന്നായി നടന്നു എന്നാണ് എൻ്റെയും വിശ്വാസം. ഇവിടെ വന്ന ഭക്തരൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറയാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ ഈ മകരവിളക്ക് മഹോത്സവം അതേപോലെ തന്നെ ഭംഗിയായിട്ട് നടക്കാൻ അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആദ്യം പ്രാർത്ഥിച്ചുകൊണ്ട്, നമുക്ക് രണ്ട് കാലങ്ങളാണ് ഉള്ളത്. ഒന്ന് ഉത്തരായന കാലവും ഒന്ന് ദക്ഷിണായന കാലവും. ദക്ഷിണായന കാലം കഴിഞ്ഞ് ഉത്തരായന കാലം തുടങ്ങാനായി. ധനുമാസം കഴിഞ്ഞ് മകരമാസത്തിലോട്ട് സൂര്യൻ സംക്രമിക്കുകയാണ്. അതാണ് നമുക്ക് സംക്രമ പൂജ. ഭഗവാന് വിശേഷാൽ മന്ത്രങ്ങളെ കൊണ്ട് അഭിഷേകങ്ങളും പൂജയും നടത്തുന്നതാണ് സംക്രമ പൂജ. അതോടൊപ്പം തന്നെ വൈകുന്നേരം പന്തളം കൊട്ടാരത്തിൽ നിന്നും എത്തിക്കുന്ന തിരുവാഭരണം ഭഗവാന് ചാർത്തി ദീപാരാധന. ആ ദീപാരാധനൊപ്പം തന്നെ നമുക്ക് പൊന്നമ്പലമേട്ടിൽ ഭഗവാന്റെ മകരജ്യോതി തെളിയുകയും ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾക്ക് ഭഗവാന്റെ ദിവ്യ ദർശനം ആ ജ്യോതിയിൽ കൂടെ. നമുക്കറിയാം, നമ്മുടെ ഏത് കർമ്മത്തിനും അഗ്നിയെ സാക്ഷിയാക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. ആ അഗ്നി തന്നെയാണ് ഈ മകരജ്യോതിയായിട്ടാണ്. ആ അഗ്നി തന്നെയാണ് ഈ ഭഗവാൻ, നമ്മുടെ ധർമ്മശാസ്താവ് അയ്യപ്പസ്വാമി. ആ ജ്യോതി തന്നെയാണ്, ആ പ്രകാശം തന്നെയാണ് നമ്മുടെ മനസ്സിലൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാം ഒരേ തത്വമസി എന്ന് പറയുന്ന ആ തത്വം മറ്റെങ്ങും നമുക്ക് ദർശിക്കാൻ കഴിയത്തില്ല. അത് ഈ ഭഗവാന്റെ ഈ ശബരിമലയിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു സത്യമാണ്. ഈ മകര സംക്രമ ദിനത്തിൽ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമിയെ ശരണം അയ്യപ്പ. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സന്നിധാനത്ത് നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ.